ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. സോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കായത് നിങ്ങളെ സിലബസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രേക്ക് എന്ന ടോപ്പിക്ക്. കുറേ സബ് ഹെഡിങ്ങുകൾ ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഏറ്റവും ബേസിക് തൊട്ട് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി ബ്രേക്ക് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് ബ്രേക്ക്, അതിൻ്റെ ഡെഫിനേഷൻ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നോക്കാം. ഒരു ബ്രേക്ക് എന്ന് വെച്ചാൽ എന്താ? എ ബ്രേക്ക് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് ഇൻഹിബിറ്റ്സ് മോഷൻ ബൈ അബ്സോർബിങ് എനർജി ഫ്രം എ മൂവിങ് സിസ്റ്റം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൂവിങ് സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മൂവിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, അതിനൊരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും അല്ലേ. ആ എനർജി അബ്സോർബ് ചെയ്ത് ആ മൂവിങ് സിസ്റ്റത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡിവൈസാണ് എന്ത്? ബ്രേക്ക്. ഇനി ഏത് ടൈപ്പ് ഡിവൈസാണ് ബ്രേക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസാണ്. ഇനി ഇതിൻ്റെ യൂസ് എന്താ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് എ മൂവിങ് വെഹിക്കിൾ, വീൽ എക്സെട്ര. ഓക്കെ, ഇനി ഈ ബ്രേക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുക, മോസ്റ്റ്ലി അക്കംപ്ലിഷ്ഡ് ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ. അത് ബ്രേക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഫ്രിക്ഷൻ വഴിയാണ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നോക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താ? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? മൂവിങ് ബോഡീനെ അത് സ്ലോ ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലേ. സോ മൂവിങ് ബോഡി എന്ന് പറയുമ്പം അതിൻ്റെ എനർജി എന്തായിരിക്കും? ഒരു മൂവിങ് ബോഡിക്കുള്ള എനർജി ഏതാ? കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജീനെ ഏതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നോക്കുക, ബ്രേക്കിൽ നടക്കുന്ന കൺവേർഷനാണ് കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ നോർമൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? ഫ്രിക്ഷൻ പറയണം. നോർമലി ഫ്രിക്ഷൻ മാത്രമല്ല വേറെ ടൈപ്പ് പ്രിൻസിപ്പിളുള്ള ബ്രേക്കുകളുണ്ട്. പക്ഷേ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ ഫ്രിക്ഷനാണ്. ഇനി അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താ? കൈനറ്റിക് എനർജി ടു ഹീറ്റ് എനർജി. ഇനി താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രേക്കിൻ്റെ ഫിഗറാണ്. നോക്കുക, നമ്മളിവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു ബ്രേക്ക് പെഡലാണ്. ബ്രേക്ക് പെഡൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ ഒരു പവർ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. ഈ പവർ ബൂസ്റ്റർ എന്ത് ചെയ്യുന്നു? പവർ ബൂസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. അതാണ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? പവർ ബൂസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. അതാണ് ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന പിസ്റ്റൺ. ഫൈൻ. ഇനി ഈ പിസ്റ്റണും അതുപോലെ ഈ സിലിണ്ടറും ഇതെല്ലാം അടങ്ങിയ യൂണിറ്റ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. പിസ്റ്റൺ, അതുപോലെ സിലിണ്ടർ, ബ്രേക്കിംഗ് ഫ്ലൂയിഡ്, ഇതെല്ലാം അടങ്ങിയതാണ് എന്ത്? മാസ്റ്റർ സിലിണ്ടർ. സോ നമ്മൾ ഈ പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പിസ്റ്റൺ മൂവ് ചെയ്യും. അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഈ പിസ്റ്റൺ മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതൊക്കെ? പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പിസ്റ്റൺ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്, അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് യെല്ലോ കളർ. അതെന്ത് ചെയ്യും? ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ എന്ത് ചെയ്യും? പുറത്തേക്ക് മൂവ് ചെയ്യും. പുറത്തേക്ക് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ അടുത്തൊരു കമ്പോണൻ്റാണ് ബ്രേക്ക് കാലിപ്പർ എന്ന് പറയുന്നത്. ബ്രേക്ക് കാലിപ്പർ അത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും ടുവേർഡ്സ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാലിപ്പർ എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ നിന്നും ടുവേർഡ്സ് സെൻറ്റർ മൂവ് ചെയ്യും. സെൻറ്റർ മൂവ് ചെയ്തിട്ട് ഏതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കും? ഇതാണ് നമ്മളെ മൂവിങ് വീൽ. ഈ വീലിന് എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ നിന്നും ബ്ലോക്ക് ചെയ്യും. രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് വീലിന് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും അഥവാ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇതാണ് ഒരു നോർമൽ ഒരു ലേ ഔട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ലേ ഔട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കുക, നമ്മളൊരു കാർ എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കുന്ന നോർമലി നമ്മൾ കാർ എടുക്കണം, കാറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന രണ്ട് വീല് കൊടുക്കുന്ന ബ്രേക്ക് നോർമലി ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. എന്താണ്? കാറിൻ്റെ ഫ്രണ്ട് വീല് കൊടുക്കുന്ന ബ്രേക്ക് നോർമലി ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. അതുപോലെ ബാക്കിലുള്ള രണ്ട് വീല് കൊടുക്കുന്ന എന്താണ്? ഡ്രം ബ്രേക്ക് എന്ന് പറയും. എന്നൂടെ പറയാം, നോർമലി കാറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ബ്രേക്ക് എന്താണ്? ഡിസ്ക് ബ്രേക്കും. അതുപോലെ ബാക്കിൽ കൊടുക്കുന്നത് ഡ്രം ബ്രേക്കും. അതുപോലെ ഇത് കൂടാതെ ഈ രണ്ട് ബ്രേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കും രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കാറിൽ ഈ ബ്രേക്ക് അസോസിയേറ്റഡ് ആയിട്ട് വേറെ എന്തൊക്കെ കമ്പോണൻ്റ് നോക്കുകയാണെങ്കിൽ
ഇതാണ് നമ്മൾ ബ്രേക്ക്. ഇതാണ് മൊത്തം നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്കിൽ ആ വീലിൻ്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ബ്രേക്കിൻ്റെ പാർട്ടാണ് എന്ത്? ബ്രേക്ക് കാലിപ്പർ എന്ന് പറയും. എന്താണ്? വീലിൻ്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ബ്രേക്കിൻ്റെ പാർട്ടാണ് ബ്രേക്ക് കാലിപ്പർ. അത് കൂടാതെ എന്തുണ്ട്? അത് കൂടാതെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ റിസർവോയർ കീപ്പ് ചെയ്യും. അതിനെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ. ഇവിടെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക് വാർണിംഗ് ലൈറ്റ് കൊടുക്കും. അതെന്തിനാണ് കൊടുക്കുന്നത്? ബ്രേക്ക് വാർണിംഗ് ലൈറ്റ്, അതായത് നമ്മൾ ബ്രേക്ക് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ, കറക്റ്റായിട്ട് ബ്രേക്കിംഗ് നടക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുന്നതാണ് ഇത് ബ്രേക്ക് വാർണിംഗ് ലൈറ്റ്. ഓക്കെ. ഇനി അത് കൂടാതെ വേറെ സംഭവം കൊണ്ട് ബ്രേക്ക് ലൈറ്റ് പറയുന്നത് നമ്മളെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നമ്മളെ ഫ്യൂവലിൻ്റെ ഡിസ്പ്ലേൻ്റെ കൂടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സിമ്പിൾ കാണും, അല്ലെ റെഡ് കളർ സിമ്പിൾ കാണും. അത് നമ്മൾ ബ്രേക്ക് ലൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് അടുത്ത് നോക്കുക, ABS ഫ്ലൂയിഡ്, അതായത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഫ്ലൂയിഡ് അല്ല, പമ്പ്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പമ്പ്. അതായത് ഈ ബ്രേക്ക് ഫ്ലൂയിഡിന് ആ റിസർവോയറിന്ന് ബാക്കിയുള്ള പോയിന്റിലേക്ക് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? ABS പമ്പ്, ദാറ്റ് ഈസ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പമ്പ് എന്ന് പറയും. ഇത് കൂടാതെ വരുന്ന നോക്കുക, എന്താണ്? ഒന്ന് ബ്രേക്കിൻ്റെ നമ്മൾ കാല് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പറയും? ബ്രേക്ക് പെഡൽ എന്ന് പറയും. ഇനി ബ്രേക്ക് പെഡലിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്? ബ്രേക്ക് ബൂസ്റ്റർ. ഈ ബ്രേക്ക് ബൂസ്റ്റർ അതുപോലെ ബാക്കിയുള്ള പിസ്റ്റൺ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന സംഭവമാണെന്ത്? സിലിണ്ടറിൽ അടങ്ങിയിരിക്കുന്നതാണ് മാസ്റ്റർ സിലിണ്ടർ. പിന്നെ ഈ മാസ്റ്റർ സിലിണ്ടറിനെയും ബാക്കിയുള്ള കാലിപ്പറിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? കോമ്പിനേഷൻ വാൾവ്. ഇത്രയും പാർട്ടാണുള്ള കുറച്ച്. ഇതാണ് ഒരു ജസ്റ്റ് ഒരു നാരോ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇത് കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇന്ന് നമ്മൾ വരാൻ പോകുന്ന സ്ലൈഡിൽ എടുക്കും. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഈ ബ്രേക്കിൻ്റെ ഓപ്പറേഷൻ പ്രിൻസിപ്പിളാണ്. എങ്ങനെയാണ് ഒരു ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ലൈനിൽ പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. ഏതൊരു ബ്രേക്കും വർക്ക് ചെയ്യുന്നൊരു ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു? ഓൾ ബ്രേക്സ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷനാണ് ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ആ രണ്ട് കാലിപ്പർ നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് കാലിപ്പർ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കാലിപ്പർ എന്ത് ചെയ്യുന്നു? ഈ വീലിൽ കോണ്ടാക്റ്റ് വരുന്നു, അല്ലേ? ഈ രണ്ട് കാലിപ്പറും നമ്മളെ വീലിൽ കോണ്ടാക്റ്റ് വരുന്നു. വീലിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മൂവിങ് ബോഡിയിൽ ഈ കാലിപ്പർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കോണ്ടാക്റ്റ് ചെയ്യുന്ന പാർട്ട്, കാലിപ്പറിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യുന്ന പാർട്ടിലും അതുപോലെ വീലും, കാലിപ്പറിൻ്റെ കോണ്ടാക്ട് ചെയ്യുന്ന പാർട്ടും അതുപോലെ വീലും തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ അന്നേരം ഏതായിട്ട് കൺവേർട്ടായി? വീല് ഓൾറെഡി റൊട്ടേറ്റിംഗ് ആണല്ലോ, മൂവിങ് ആണ്. സോ വീലിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഈ കാലിപ്പർ വന്ന് വീല് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വീല് സ്ലോ ഡൗൺ ചെയ്യും, വീല് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. സോ ഏത് എനർജി കൺവേർട്ട് ചെയ്തു? കൈനറ്റിക് എനർജി, വീലിൻ്റെ കൈനറ്റിക് എനർജി ഏതായി കൺവേർട്ട് ചെയ്തു? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കാലിപ്പറാണ്. ഓക്കെ, സോ അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കുക. വെൻ എ മൂവിങ് എലമെൻറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് എ സ്റ്റേഷനറി എലമെൻറ്റ്. മൂവിങ് എലമെൻറ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത് വീലാണ്, സ്റ്റേഷനറി വെച്ച് ഉദ്ദേശിക്കുന്നത് കാലിപ്പർ. ദി മോഷൻ ഓഫ് ദി മൂവിങ് എലമെൻറ്റ് ഈസ് എഫക്റ്റഡ് ആണല്ലോ. ദിസ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ഈ മൂവിങ് എലമെൻറ്റ് എന്ത് ചെയ്യുന്നത്? മൂവിങ് എലമെൻറ്റിൻ്റെ മോഷൻ ബ്രേക്ക് ആവുന്നത്. This is due to frictional force which acts in opposite direction of motion and converts the kinetic energy into heat energy. എന്ത് ചെയ്യുന്നു? ഏത് ഡയറക്ഷനിലാണോ മോഷൻ ഓക്കർ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക? എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക, അല്ലേ? ഇനി ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ വീലിൻ്റെ കൈനറ്റിക് എനർജി എന്തായി കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫൈൻ. ഇനി ബാക്കി ഞാൻ പറയാൻ പോകുന്നത് മെയിൻ പാർട്സാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഈ മാസ്റ്റർ സിലിണ്ടർ ആണെങ്കിലും ബ്രേക്ക് ലൈൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് വലിയൊരു സ്ലൈഡാണ്, വലിയൊരു ടോപ്പിക്കാണ് ബ്രേക്ക് എന്നുള്ളത്. നമ്മൾ ഓരോ ടോപ്പിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഇവിടെ എല്ലാ പോയിൻ്റ് ഒന്ന് പരിചയപ്പെടാം ആദ്യം. സോ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ബ്രേക്ക് പെഡൽ. ഇതാണ് നമ്മൾ ബ്രേക്ക് പെഡൽ, നമ്മളെ ലെഗ് അപ്ലൈ ചെയ്യുന്ന പോർഷൻ, അതാണ് നമ്മൾ ബ്രേക്ക് പെഡൽ എന്താ ചെയ്യുന്നത് നോക്കിയേ. ദി പെഡൽ ഈസ് വാട്ട് യു പുഷ് വിത്ത് യുവർ ഫുട്ട് ടു ആക്ടിവേറ്റ് ദ ബ്രേക്സ്. അതായത് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ
ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പാർട്ടാണ് എന്ത് ബ്രേക്ക് പെഡൽ. ഇറ്റ് കോസസ് ബ്രേക്ക് ഫ്ലൂയിഡ് ടു ഫ്ലോ ത്രൂ ദി സിസ്റ്റം ടു പുട്ട് പ്രഷർ ഓൺ ദി ബ്രേക്ക് പാഡ്സ്. നമ്മൾ ഈ ബ്രേക്ക് പെഡൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് പാഡ്സിലേക്ക്, ബ്രേക്ക് പാഡ്സ് എന്ന് ചോദിക്കുന്നത് കാലിപ്പറിൻ്റെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. അന്നേരം എന്ത് ചെയ്യും, ഈ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ അല്ലേ, സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡിൽ, സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. ആ പ്രഷർ സിലിണ്ടറിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബ്രേക്ക് പാഡ്സിലേക്ക്. ബ്രേക്ക് പാഡ്സിലാണ് കാലിപ്പർ കാണുക, അവിടത്തേക്ക് ആ പ്രഷർ ട്രാൻസ്ഫർ ചെയ്യും. ഇനി അടുത്ത പാർട്ട് എന്താണ്, അടുത്ത പാർട്ടാണ് ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ. അത് ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ചായിരുന്നു. മാസ്റ്റർ സിലിണ്ടറിനുള്ള എന്തൊക്കെയുണ്ട്, ഒരു പ്ലങ്ങർ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലേ. അതെന്താ ചെയ്യുന്നത്, എ പ്ലങ്ങർ ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ബ്രേക്ക് പെഡൽ. ഈ ബ്രേക്ക് പെഡൽ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലങ്ങർ അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്ത് മോഷനാണ് പ്ലങ്ങറിൻ്റെ, ഒരു റെസിപ്രോക്കേറ്റീവ് മോഷനാണ് പ്ലങ്ങറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്താ, holds the brake fluid and forces it through the brake lines when activated. ഇതെന്ത് ചെയ്യുന്നു, ഈ പ്ലങ്ങറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പെഡൽ വെച്ചിട്ട് പ്ലങ്ങറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ പ്ലങ്ങർ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, ഇവിടുന്ന് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ബാക്കിയുള്ള പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ നമുക്കിവിടെ ആകെ അറിയാത്തൊരു പോയിന്റ്, അറിയാത്തൊരു ലൈൻ എന്ന് വെച്ചാൽ ഈ പോയിന്റ് മാത്രമായിരിക്കും, ദാറ്റ് ഈസ് ബ്രേക്ക് ലൈൻസ്. ബ്രേക്ക് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത ഒരേ ഒരു പോയിന്റ്. ബ്രേക്ക് ലൈൻസ് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡിനെ, അതായത് മാസ്റ്റർ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡിനെ ബ്രേക്ക് പാഡ്സിലേക്ക് ക്യാരി ചെയ്യുന്ന ഒരു ചാനൽ, ഒരു പൈപ്പ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഹോസ് എന്നൊക്കെ പറയൂലേ, നോർമൽ ഹോസ് എന്നൊക്കെ പറയാം, നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോസ് എന്ന് പറയുമല്ല. അതേപോലെ ഇവിടെ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എവിടത്തേക്ക്, ബ്രേക്ക് പാഡ്സിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുന്ന ഒരു പാത്താണ് എന്ത്, ബ്രേക്ക് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബ്രേക്ക് ലൈൻസിനെ കുറിച്ചാണ്. ബ്രേക്ക് ലൈൻസ് ഞാൻ പറഞ്ഞു, സിംപ്ലി ഹോസ്, നമ്മുടെ നോർമൽ വാട്ടർ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോസ്, അതേപോലത്തെ ഒരു സംഭവമാണ് ബ്രേക്ക് ലൈൻസ്. ഇത് നോർമൽ ഉണ്ടാക്കിയിരിക്കുന്നതിനെ കൊണ്ടാണ്, സ്റ്റീലിനെ കൊണ്ടാണ് നമ്മൾ നോർമലി ബ്രേക്ക് ലൈൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്യാരി ദ ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രം മാസ്റ്റർ സിലിണ്ടർ റിസർവോയർ ടു ദി വീൽസ്. ബ്രേക്ക് പാഡ്സ് വെച്ച് ഉദ്ദേശിക്കുന്നത് വീൽസ് തന്നെയാണ്. ഓക്കെ, അതായത് ബ്രേക്ക് ഫ്ലൂയിഡിന് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് വീൽസിലേക്ക് ക്യാരി ചെയ്യുന്നവരാ ബ്രേക്ക് ലൈൻസ്. where pressure is applied to stop car. എപ്പോഴാണ് ഈ ബ്രേക്ക് ലൈൻസ് ഈ ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുക, അതായത് പെഡലിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതുതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുന്നത്. ആദ്യം ബ്രേക്ക് പെഡൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലം. അതിന് ശേഷം എന്തെന്നു, പിസ്റ്റൺ വന്നു, 2 പിസ്റ്റൺ ഉണ്ടാവും, ഇതിനുള്ള ഒരു ചെറിയ പിസ്റ്റനായിരിക്കും ഉണ്ടാവുക. ഈ പിസ്റ്റണും ഈ സിലിണ്ടറും എല്ലാം കൂടി നമ്മൾ എന്ത് പറയുന്നു, മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഈ ബ്രേക്ക് ലൈൻസ് വഴി, ബ്രേക്ക് ലൈൻസ് അതായത് ഹോസ് വഴി എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ പാർട്ടിലേക്കും എത്തുന്നു. ഇനി അതുകൂടാതെ എന്തുണ്ട്, ഇനി ഇവിടെ ബ്രേക്ക് പാഡ്സ് ഉണ്ട്. ബ്രേക്ക് പാഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ബ്രേക്കിംഗ് ആക്ഷൻ ചെയ്യുന്നവരാണ് ബ്രേക്ക് പാഡ്സ് ആണ്. ഇനി 2 പിസ്റ്റനാണ് ഇവിടെ ഉള്ളത്. ഒരു പിസ്റ്റൺ സ്മോൾ പിസ്റ്റൺ എന്ന് പറയും. ആ സ്മോൾ പിസ്റ്റൺ എപ്പോഴും എവിടെ ഉണ്ടാവുക, മാസ്റ്റർ സിലിണ്ടറിലാണ് ഉണ്ടാവുക. ഇനി അത് കൂടാതെ ഒരു ലാർജ് പിസ്റ്റൺ ഉണ്ടാവും. ആ ലാർജ് പിസ്റ്റൺ കാണപ്പെടുക നമ്മളെ ബ്രേക്ക് പാഡ്സ് ഉണ്ടല്ലോ, അതായത് വീൽ വരുന്ന സ്ഥലം, വീൽസിൻ്റെ അടുത്താണ് ഈ ലാർജ് പിസ്റ്റൺ കാണപ്പെടുക. ഓക്കെ, ഇനി ഈ ബ്രേക്ക് പാഡ്സിൻ്റെ കൂടെ എന്തുണ്ടാവും, ബ്രേക്ക് ഡിസ്ക് ഉണ്ടാവും. ഈ ബ്രേക്ക് ഡിസ്കും ബ്രേക്ക് പാഡ്സും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഈ വീൽസിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഡിസ്ക് നമ്മളെ വീലുമായിട്ട് എന്തായിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ഫിഗറിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം, ബാക്കിയുള്ള മെയിൻ പാർട്സും കൂടെ നോക്കാം. ബാക്കി എന്തൊക്കെയാണ് പാർട്സ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, വേറെ എന്തൊക്കെയാണ്. പിന്നെ റോട്ടർ ഓർ ഡ്രംസ്, എന്താണ് റോട്ടേഴ്സ് ഓർ ഡ്രംസ്, അതെന്താ നോക്കുക. നമ്മൾ റോട്ടേഴ്സും ഡ്രംസും രണ്ട് ടൈപ്പ് സംഭവങ്ങളാട്ടോ. അത് ഒന്ന് ഡിസ്ക് ബ്രേക്കിലാണ് റോട്ടേഴ്സ് വരുന്നത്, അതൊരു ഡ്രം ബ്രേക്കിലാണ് ഡ്രംസ് വരുന്നത്. എന്താ സംഭവം നോക്കാം. ദി കാർ ഐദർ ഹാസ് റോട്ടേഴ്സ് ഇൻ കേസ് ഓഫ് ഡിസ്ക് ബ്രേക്ക് ഓർ ഡ്രംസ് ഇൻ കേസ് ഓഫ് ഡ്രം ബ്രേക്സ്. ദിസ് ഈസ് വാട്ട് ദി ബ്രേക്ക് പാഡ്സ് റബ്ബ് അഗെയിൻസ്റ്റ് ടു ക്രിയേറ്റ് ദി ഫ്രിക്ഷൻ ടു സ്റ്റോപ്പ് യുവർ കാർ. അതായത് ബ്രേക്ക് പാഡ്സ് എന്ത് ചെയ്യും, ഈ റോട്ടേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്,
റൊട്ടേൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും, ഈ വീലിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വീലിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അടുത്ത് നോക്കുക, വീൽ സിലിണ്ടേഴ്സ്. എന്താണ് വീൽ സിലിണ്ടേഴ്സ്? ഈ ബ്രേക്ക് പാഡ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇതൊക്കെ വീൽ സിലിണ്ടേഴ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡ് പഠിക്കാനുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് മനസ്സിലാക്കി നോക്കുക എന്താണെന്ന്. ബ്രേക്ക് പാഡ്സ് എവിടെയാണോ കണക്ട് ചെയ്യുക അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വീൽ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഐദർ സ്ക്യൂസ്, ഡിസ്ക് ബ്രേക്കിൻ്റെ കേസിലാണെങ്കിൽ സ്ക്യൂസിങ് ആക്ഷൻ ആയിരിക്കും. സ്ക്യൂസിങ് ആക്ഷൻ അറിയാലോ, സ്ക്യൂസിങ് എന്ന് വെച്ചാൽ അറിയാലോ. സ്ക്യൂസ് എന്ന് വെച്ചാൽ ജസ്റ്റ് രണ്ട് ഭാഗത്തും കൂടി അമർക്കുക, രണ്ട് ഭാഗത്തും കൂടി പ്രസ് ചെയ്യുക, അതാണ് സ്ക്യൂസിങ് ആക്ഷൻ. ഓർ പുഷ് അപ്പാർട്ട്, ഡ്രം ബ്രേക്സിൻ്റെ കേസിൽ പുഷാണ് ചെയ്യുക. സ്ക്യൂസിങ് ആക്ഷൻ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസിൽ പുഷിങ് ആക്ഷൻ, പുഷ് ചെയ്യുക, അതാണ് എന്ത് ചെയ്യുന്നത് ഡ്രം ബ്രേക്സിൻ്റെ കേസിൽ. ഇത് രണ്ടും എന്താണ് നിങ്ങൾക്ക് ആ ബ്രേക്സ് എടുക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇറ്റ് ഐദർ സ്ക്യൂസ് ഓർ പുഷ് അപ്പാർട്ട് ദി ബ്രേക്ക് പാഡ്സ് വെൻ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ടു ദം. അതായത് ഈ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ആ പർട്ടിക്കുലർ പാർട്ടിലേക്ക്, ബ്രേക്ക് പാഡ്സിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് ആക്ഷൻ കൊണ്ടുവരുന്ന ആക്ച്വലി ആരാണ്, വീൽ സിലിണ്ടേഴ്സ് ആണ്. ലാസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം, ബ്രേക്ക് പാഡ്സ്. ബ്രേക്ക് പാഡ്സ് എന്താ നോക്കുക. ബ്രേക്ക് പാഡ്സ് ആണ് ആക്ച്വലി ബ്രേക്കിംഗ് ആക്ഷൻ, ഫൈനൽ ബ്രേക്കിംഗ് ആക്ഷൻ കൊടുക്കുന്നവരാണ് ബ്രേക്ക് പാഡ്സ് ആണ്. ഇതാണ് ആക്ച്വലി വീലുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗം. ഓക്കെ, ദി ബ്രേക്ക് പാഡ്സ് ആർ വാട്ട് ആക്ച്വലി റബ് അഗെയിൻസ്റ്റ് ദ ഡ്രംസ് ഓർ റോട്ടേഴ്സ്. ഡ്രംസ് ഓർ റോട്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ വീലിനെ തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ദേ ആർ മെയ്ഡ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. ഈ ബ്രേക്ക് പാഡ്സ് നോർമൽ ഉണ്ടാക്കുന്ന ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് പാഡ് ഉണ്ടാക്കുന്നത്. ഡിസൈൻ ടു ലാസ്റ്റ് ഫോർ മെനി തൗസൻഡ് ഓഫ് മൈൽസ്. അതിന് നോർമലി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് എത്രയാണ്, തൗസൻഡ്സ് ഓഫ് മൈലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഇതിൻ്റെ ലൈഫ് കണക്കാക്കുന്നത്. However, if you ever hear a grinding or howling noise when you try to stop your car, it likely means it is the time for new brake pad. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ബ്രേക്ക് പാഡിൻ്റെ അടുത്തുനിന്ന് ബ്രേക്ക് പാഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സൗണ്ട് വരികയാണെങ്കിൽ, ചെറിയ നോയ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ബ്രേക്ക് പാഡ് മാറ്റാനുള്ള സമയമായി, പുതിയ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാനുള്ള സമയമായി. സോ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ബ്രേക്സിൻ്റെ ബേസിക്സ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഫിഗർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഇങ്ങനെ ഉണ്ടാവുക, അതുപോലെ ഡ്രം ബ്രേക്ക് ഇങ്ങനെയാണ് ഡ്രം ബ്രേക്ക് കാണാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇതാണ് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റം ജസ്റ്റ് എന്ന് പറയാം. ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മളെ ഡിസ്ക് ബ്രേക്കും ഞാൻ പറഞ്ഞു, അതുപോലെ ഡ്രം ബ്രേക്കും പറഞ്ഞു അല്ലേ. ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ വരുന്ന പാർട്സ് എന്തൊക്കെയാണ്, ബ്രേക്ക് പാഡ്സ് വരും, പിസ്റ്റൺ വരും, ബ്രേക്ക് കാലിപ്പർ, ദെൻ വിയറിങ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, വിയർ ആൻഡ് ടിയർ വരുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു പാർട്ട്. അതുപോലെ ഡ്രം ബ്രേക്കിൽ വരുന്ന മെയിൻ പാർട്ടാണ് ഒരു ബ്രേക്ക് ഷൂ വരും, അതുപോലെ സ്പ്രിങ് വരും, സ്പ്രിങ്ങും ബ്രേക്ക് ഷൂവും വരും. ബ്രേക്ക് ഷൂ, സ്പ്രിങ്, ഇതാണ് ഇതിൽ വരുന്നത് ഡ്രം ബ്രേക്കിൽ വരുന്നത്. സോ അതേ ഫിഗറിനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബ്രേക്ക് പെഡൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഓരോ ബ്രേക്കിലേക്കും എന്ത് ചെയ്യും, ബ്രേക്ക് ലൈൻസ് വഴി, ഈ കൊടുത്തിരിക്കുന്നതാണ് ബ്രേക്ക് ലൈൻസ് വഴി എന്ത് ചെയ്യും, ഓരോ ബ്രേക്കിലേക്കും ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. സോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് എന്തായിരിക്കും, എപ്പോഴും ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്കിംഗ് കൊടുക്കുന്ന ആരാ, കാലിപ്പറാണ്. അതുപോലെ ബാക്കിലുള്ള ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്കിംഗ് കൊടുക്കുന്ന കാലിപ്പറാണ്. അതുപോലെ ബാക്കിലുള്ള രണ്ട് ബ്രേക്ക് എന്തായിരിക്കും, ഡ്രം ബ്രേക്ക് ആയിരിക്കും. ഡ്രം ബ്രേക്കിൽ ബ്രേക്കിംഗ് ആക്ഷൻ കൊണ്ടുവരുന്ന ശരിക്കും ആരാണ്, ബ്രേക്ക് ഷൂ ആട്ടോ. ബ്രേക്ക് ഷൂ ആണ് ഡ്രം ബ്രേക്കിൽ ബ്രേക്കിംഗ് ആക്ഷൻ കൊണ്ടുവരുന്നത്. അതുപോലെ ഒരു പോയിന്റ് കൂടെ പറയുകയാണെങ്കിൽ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എല്ലാ വീലിലേക്കും ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ക്യാരി ചെയ്യുന്നതിന് നമ്മളെന്ത് പറയും, ബ്രേക്ക് ലൈൻസ് എന്ന് പറയും. ഇതാണ് ബ്രേക്ക് ലൈൻസ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിവിടെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. എന്താണ് ഒരു ബ്രേക്കിംഗ് ആക്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബ്രേക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, അതൊന്ന് സമ്മറൈസ് ചെയ്യണം നോക്കുക. ടു സ്റ്റോപ്പ് ദി വെഹിക്കിൾ ഇൻ ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി. അത് വെഹിക്കിളിനെ ഏറ്റവും ചെറിയ ദൂരത്തിൽ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുക. അതാരാ ചെയ്യുന്നത്,
വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യുന്നത് ബ്രേക്കാണ് ചെയ്യുന്നത്. അതുപോലെ ടു കൺട്രോൾ ദി വെഹിക്കിൾ വെൻ ഇറ്റ് ഈസ് ഡിസെൻഡിങ് അലോങ് ദ ഹിൽസ്, അതായത് നമ്മൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമൊക്കെ ചെയ്യുന്ന സമയത്ത് വെഹിക്കിളിന് എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായി കൺട്രോൾ ചെയ്ത് പോകണമല്ലോ നല്ല ഇറക്കത്തിലൊക്കെ. ആ ഇറക്കത്തിൽ വെഹിക്കിളിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാ? ബ്രേക്കാണ്. അതുപോലെ ടു കീപ് ദി വെഹിക്കിൾ ഇൻ ഡിസൈഡ് പൊസിഷൻ ആഫ്റ്റർ ബ്രിങ്ങിങ് ഇൻ റെസ്റ്റ്. അതുപോലെ നമ്മളിപ്പം ഒരു വെഹിക്കിളിൻ്റെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ നിർത്തുന്ന സമയത്ത് വെഹിക്കിളിൽ നിർത്താൻ സഹായിക്കുന്നവരാ? ബ്രേക്കാണ് അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഇറക്കത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കയറ്റത്തിലാണ് വണ്ടി നിൽക്കുന്നത് വിചാരിക്കുക. സോ ആ പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ വണ്ടി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യും അല്ലേ. സോ ഒരു കയറ്റത്തിലോ ഇറക്കത്തിലോ വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നവരാ? മെയിനായിട്ട് ഹാൻഡ് ബ്രേക്കാണ്. സെയിം ഓക്കെ. ഇനി അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്ന ബ്രേക്കിങ്ങിൻ്റെ ഫ്ലൂയിഡ്, പ്രഷറൈസ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ആ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് എങ്ങോട്ട് വരുന്നു? ഈ കാലിപ്പറിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ കാലിപ്പർ എന്ന് പറയുന്നത്. ഈ കാലിപ്പറിന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പാഡ്സിലേക്ക് ഈ ഫ്ലൂയിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫ്ലൂയിഡ് ബ്രേക്ക് പാഡ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ ബ്രേക്ക് പാഡ്സ് രണ്ട് സൈഡിൽ നിന്ന് നോക്കുക. ഈ ഇവിടെ ജസ്റ്റ് നിങ്ങൾ മോഷൻ നോക്കിയൊക്കെ മനസ്സിലാവും. ഈ ബ്രേക്ക് പാഡ്സ് രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ബ്രേക്ക് പാഡ്സ് മൂവ് ചെയ്യും. എങ്ങോട്ട് മൂവ് ചെയ്യും? ടുവേർഡ്സ് ദി വീൽ ഓർ റോട്ടർ മൂവ് ചെയ്യും. ഫൈൻ. ഇതാണ് ഒരു നോർമൽ ബ്രേക്കിങ്ങിൻ്റെ ആക്ഷൻ. ഇതാണ് നോർമൽ ഒരു ബ്രേക്കിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പറയാൻ പോകുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ്. എങ്ങനെയാണ് ബ്രേക്കിംഗ് നടക്കുന്നത്, അതുപോലെ ബ്രേക്കിംഗ് ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കുക, നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ബ്രേക്സ് 3 ടൈപ്പ് ബ്രേക്കാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് മെക്കാനിക്കൽ ബ്രേക്ക്, ഇലക്ട്രിക്കൽ ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്. ഫൈൻ. ഇനി മെക്കാനിക്കൽ ബ്രേക്ക് എത്ര ഡിവൈഡ് ചെയ്യാം? ബ്ലോക്ക് ബ്രേക്ക്, ബാൻഡ് ബ്രേക്ക്, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ എക്സ്പാൻഡിങ് ഷൂ ബ്രേക്ക്. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രേക്ക് വരുന്നത്. പറയാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഹൈഡ്രോളിക്. ദെൻ മെക്കാനിക്കൽ എന്താ തിരിച്ചു? ബ്ലോക്ക് ബ്രേക്ക്, ബാൻഡ് ബ്രേക്ക്, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ എക്സ്പാൻഡിങ് ഷൂ ബ്രേക്ക്. ഇത്രയാണ് ബ്രേക്കിൻ്റെ കാറ്റഗറീസ്. സോ നമുക്ക് ആദ്യത്തെ ബ്രേക്ക് നമുക്ക് തുടങ്ങാം, ഡ്രം ബ്രേക്ക്. നമുക്ക് ഈ സിലബസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് 2 ടൈപ്പ് ബ്രേക്കിനാണ്. ഇതൊക്കെയാണ്, ഒന്ന് ഡ്രം ബ്രേക്ക്, മറ്റൊന്ന് ഡിസ്ക് ബ്രേക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യനും ഈ 2 ടൈപ്പ് ബ്രേക്ക് എന്നാണ്. ഫൈൻ. സോ നമുക്ക് ആദ്യം എന്താണ് ഒരു ഡ്രം ബ്രേക്ക് എന്ന് നോക്കാം. എ ഡ്രം ബ്രേക്ക് ഈസ് എ ബ്രേക്ക് ഇൻ വിച്ച് ദ ഫ്രിക്ഷൻ ഈസ് കോസ്ഡ് ബൈ എ സെറ്റ് ഓഫ് ഷൂസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബേസിക് കാര്യം പറഞ്ഞായിരുന്നു. ഡ്രം ബ്രേക്കിൽ ബ്രേക്കിംഗ് ആക്ഷൻ കോസ് ചെയ്യുന്ന ബ്രേക്ക് ഷൂസ് ആണ്. ബൈ എ സെറ്റ് ഓഫ് ഷൂസ് ഓർ പാഡ്സ്, ബ്രേക്ക് പാഡ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഷൂസ് എന്ന് പറയും. ദാറ്റ് പ്രസ് അഗെയിൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് ഡ്രം ഷേപ്ഡ് പാർട്ട് കോൾഡ് എ ബ്രേക്ക് ഡ്രം. അത് എന്ത് ചെയ്യുന്നു? ഒരു റൊട്ടേറ്റിംഗ് പാർട്ട്, ഡ്രം അല്ലെങ്കിൽ റോട്ടേഴ്സ് എന്നാണ് പറയുക. നമ്മളെ റോട്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രം എന്നാണ് പറയുക. ഈ ഡ്രം ഓർ റോട്ടേഴ്സിലാണ് നമ്മൾ വീല് കണക്ട് ചെയ്യുക. വീല് കണക്ട് ചെയ്യുന്നതിന് ഈ ബ്രേക്ക് ഡ്രം അല്ലെങ്കിൽ റോട്ടേഴ്സിലാണ് നമ്മൾ വീല് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ബ്രേക്ക് ഡ്രമ്മിലേക്ക് ഈ ബ്രേക്കിംഗ് ആക്ഷൻ കൊണ്ടുവരുന്നവരാണ് ബ്രേക്ക് ഷൂസ് ഓർ ബ്രേക്ക് പാഡ്സ്. ഏത് കേസിൽ? ഡ്രം ബ്രേക്കിൻ്റെ കേസിൽ. ഫൈൻ. The term drum brake usually means a brake in which shoes press on the inner surface of the drum. എന്ത് ചെയ്യുന്നു? ഈ ഡ്രം ബ്രേക്കിൽ എന്ത് ചെയ്യുന്നു? ഈ ഷൂസ്, ബ്രേക്ക് ഷൂസ് അഥവാ പാഡ്സ് എന്ത് ചെയ്യും? ഈ ഡ്രംസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള സർഫസിലാണ് ഫ്രിക്ഷൻ കൊണ്ടുവരുന്നത്, അതായത് ആക്ട് ചെയ്യുന്നത്. ഇനി when shoes press on the outside of the drum, it is usually called a clasp brake. നോർമലി ഈ ഡ്രം ബ്രേക്കിൽ എന്താ ചെയ്യുന്നത്? ഈ ബ്രേക്ക് ഷൂസ് കോണ്ടാക്ട് വരുന്ന എവിടെയാണ്? ഈ ഡ്രമ്മിൻ്റെ, അതായത് നമ്മളെ ഡ്രം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഏറ്റവും ഉള്ളിലെ സർഫസിലാണ് നമ്മൾ ഈ ഡ്രം ബ്രേക്കിൻ്റെ ഷൂസ് കോണ്ടാക്ട് വരുന്നത്. അതാണ് നോർമൽ ആക്ഷൻ. ഇനി ഈ ഡ്രമ്മിൻ്റെ ഔട്ട്സൈഡിലാണ്, ഏറ്റവും പുറത്തായിട്ട് ടുവേർഡ്സ് ഔട്ട്സൈഡാണ് കോണ്ടാക്റ്റ് വരുന്നതെങ്കിൽ, ഷൂസ് കോണ്ടാക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആ ബ്രേക്കിന് എന്ത് പറയും? ഒരു പർട്ടിക്കുലർ പേര് പറയും. എന്താണ്? ക്ലാസ്പ് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഫൈൻ. ഇനി ടു സ്റ്റോപ്പ് ദി വെഹിക്കിൾ ഇൻ ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി. ഇത് ബ്രേക്കിൻ്റെ നോർമൽ ഫങ്ഷൻ അല്ലേ. അതുപോലെ ടു കൺട്രോൾ ദി വെഹിക്കിൾ വെൻ ഇറ്റ് ഈസ് ട്രാവൽ അലോങ് ഹിൽസിലെ കൂടെ, കുന്നിലെ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വെഹിക്കിളിനെ കൺട്രോൾ ചെയ്യാം. Then to keep the vehicle in desired position after bringing it in complete rest.
എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞത് ഒരു കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇറക്കത്തിലോ ആണെങ്കിൽ ആ വെഹിക്കിളിന് എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ബ്രേക്കാണ്. വെൻ ദർ ഈസ് നോ ഡ്രൈവർ, അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈവർ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യും അല്ലേ, അന്നേരം എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഡ്രം ബ്രേക്കിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ ഡ്രം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജസ്റ്റ് നോക്കുക. അതായത് ഡ്രം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് നടക്കുന്നൊരു മോഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളുടെ എന്തൊക്കെയാണ് മെയിൻ പാർട്സ് എന്ന് നോക്കിയേ. ഒന്ന് നമ്മളെ വീൽ സിലിണ്ടർ, ഇതാണ് നമ്മളെ വീൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സംഭവം. ഈ വീൽ സിലിണ്ടറിലേക്കാണ് നമ്മൾ ഏത് കണക്ട് ചെയ്യുന്നത്, നമ്മൾ ബ്രേക്ക് ഷൂസ്, രണ്ട് സൈഡിലുള്ള ബ്രേക്ക് ഷൂസിൻ്റെ കണക്ഷൻ വരുന്നത് ഏതിലേക്കാണ്, ഈ വീൽ സിലിണ്ടറിലേക്കാണ്. വീൽ സിലിണ്ടറിന് രണ്ട് സ്പ്രിങ് വഴിയാണ്, രണ്ട് സെപ്പറേറ്റ് സ്പ്രിങ് വഴിയാണ്. സ്പ്രിങ് വെച്ച് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഹെലിക്കൽ സ്പ്രിങ് ആട്ടോ. ഹെലിക്കൽ സ്പ്രിങ് വഴിയാണ് വീൽ സിലിണ്ടറിന് ബ്രേക്ക് ഷൂസിലേക്ക് കണക്ഷൻ വരുന്നത്. ഫൈൻ. ഇനി ഈ വീൽ സിലിണ്ടർ നമ്മൾ നോർമലി ബ്രേക്കിംഗ് ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വീൽ സിലിണ്ടർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ എക്സ്പാൻഷൻ സംഭവിക്കും. വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് വരും. ബ്രേക്കിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. പ്രഷർ ക്രിയേറ്റ് വെച്ച് രണ്ട് സൈഡിലേക്കും പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും, വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു തരത്തിൽ എക്സ്പാൻഷൻ ക്രിയേറ്റ് ചെയ്യും. സോ വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എക്സ്പാൻഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വീൽ സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യുമ്പം അത് ഈ വീൽ സിലിണ്ടർ രണ്ട് സൈഡിലുള്ള സ്പ്രിങ്ങിന് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ഓക്കെ, ഈ വീൽ സിലിണ്ടർ രണ്ട് സൈഡിലുള്ള സ്പ്രിങ്ങിന് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. സോ ഈ വീൽ സിലിണ്ടർ രണ്ട് സൈഡിലുള്ള സ്പ്രിങ്ങിനെ രണ്ട് സൈഡിലോട്ടും കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിലോട്ടും കംപ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ട് സൈഡിലോട്ടും കംപ്രസ് ചെയ്യണം. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും പറയാം. അതായത് സ്പ്രിങ് എക്സ്പാൻഡും ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അതായത് വീലിന് രണ്ട് സൈഡിലേക്കും കംപ്രസ് ചെയ്യാണ്. രണ്ട് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വീൽ കംപ്രഷനാണ് നടക്കുന്നത്. പക്ഷേ ഫ്രം ദി സെൻറ്റർ നോക്കുകയാണെങ്കിൽ, ഇതാണ് സെൻറ്റർ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഈ സ്പ്രിങ്ങിന് എക്സ്പാൻഷനാണ് സംഭവിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്രഷനാണ്. ഓക്കെ, ഫൈൻ. സോ ഈ വീലിനെ രണ്ട് സൈഡിലേക്കും പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്പ്രിങ് രണ്ട് സൈഡിലേക്കും പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ്ങിലാണ് നമ്മൾ ഏത് കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ബ്രേക്ക് ഷൂസ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഈ ബ്രേക്ക് ഷൂസ് എന്ത് ചെയ്യും, ഈ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും. രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും പുറത്താണ് നമ്മൾ ഈ രണ്ട് ബ്രേക്ക് ഷൂസിൻ്റെ പുറത്തായിട്ടാണ് എന്ത് വരുന്നത്, നമ്മളെ റോട്ടർ ഓർ ഡ്രമ്മ് വരുന്നത്. സോ എന്ത് ചെയ്യും, ഈ ബ്രേക്ക് ഷൂസ് ഡ്രമ്മുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരും. അതായത് അവിടെ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ആവും. ആ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ വീലിൻ്റെ ഈ റോട്ടറിൻ്റെ അഥവാ വീലിൻ്റെ കൈനറ്റിക് എനർജി റെഡ്യൂസ് ചെയ്യും. എന്ത് ചെയ്യും, ഈ ബ്രേക്ക് ഷൂസിൻ്റെ കോണ്ടാക്റ്റ് കാരണം ഈ വീലിൻ്റെ അഥവാ ഈ റോട്ടറിൻ്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് ചെയ്യും, ഈ വീൽ അഥവാ റോട്ടറിൻ്റെ കൈനറ്റിക് എനർജിക്ക് റിഡക്ഷൻ സംഭവിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രേക്ക് ഡ്രമ്മ് വർക്ക് ചെയ്യുന്നത് അഥവാ ഡ്രം ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് വേറെ എക്സ്ട്രാ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാർക്കിംഗ് ബ്രേക്ക് കേബിളും കൂടി ഉണ്ട്. അതായത് നമ്മളെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാർട്ടും കൂടി ഇതിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ വണ്ടി നോർമലി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാർക്കിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ലിവർ നമ്മൾ ശക്തിയായിട്ട് വലിക്കുമല്ലേ, ലിവർ വലിച്ചിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ലിവർ നമ്മൾ മുകളിലേക്ക് പുഷ് ചെയ്യും. സോ ആ ലിവർ പുഷ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്കിംഗ് ആക്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലോ അവിടെ. ആ ബ്രേക്കിംഗ് ആക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എന്ത് പറയുന്നത്, പാർക്കിംഗ് ബ്രേക്ക് കേബിൾ എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇത്രയാണ് നമ്മളെ മെയിനായിട്ട് വരുന്ന പോർഷൻ കേട്ടോ. മെയിനായിട്ട് വരുന്ന പോർഷൻ ഇത്രയാണ്. നമ്മുടെ ഡ്രം ബ്രേക്കിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന ഇത്രയും പോർഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ഡ്രം ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്കിൻ്റെ മെയിൻ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു, ഡ്രം ബ്രേക്കിന് ജസ്റ്റ് കമ്പോണൻസ് പറഞ്ഞായിരുന്നു. ആ ഓരോ കമ്പോണൻസ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം. ആ കമ്പോണൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ സ്പ്രിങ് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ഷൂസിനെ പ്രസ് ചെയ്യുന്നു, അവിടെ ബ്രേക്കിംഗ് ആക്ഷൻ നടക്കുന്നു. ഇനി ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ രണ്ട് സ്പ്രിങ് എന്ത് ചെയ്യും, ടുവേർഡ്സ് സെൻറ്റർ പോർഷനിലേക്ക് മൂവ് ചെയ്യും.
ടുവേർഡ് സെൻട്രൽ പോർഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ടുവേർഡ് സെൻട്രൽ പോർഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ഈ രണ്ട് ബ്രേക്ക് ഷൂസും എവേ ഫ്രം, അതായത് രണ്ട് ബ്രേക്ക് ഷൂസും ഈ വീലിൽ നിന്ന് അഥവാ റോട്ടേഴ്സിൽ നിന്ന് എവേ മൂവ് ചെയ്യും. സോ എവേ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? ഈ ബ്രേക്ക് ഫ്ലൂയിഡ്സ്, അതായത് വീൽ സിലിണ്ടേഴ്സിനുള്ളിലെ ബ്രേക്ക് ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും? തിരിച്ച് റിട്ടേൺ ഫ്ലോ ചെയ്യും. തിരിച്ച് റിട്ടേൺ ഫ്ലോ ചെയ്യും. സോ ഇതാണ് നോർമൽ ഒരു ഡ്രം ബ്രേക്കിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയാണ് മെയിനായിട്ട് ഡ്രം ബ്രേക്കിൽ വരുന്ന മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ബാക്ക് പ്ലേറ്റ്, ബാക്ക് ബ്രേക്ക് ഡ്രം, വീൽ സിലിണ്ടർ, ബ്രേക്ക് ഷൂ, ബ്രേക്ക് ലൈനിങ്, റിട്ടേൺ സ്പ്രിംഗ്, പിസ്റ്റൺ. ഇത്രയാണ് ഡ്രം ബ്രേക്കിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്കിന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.